എല്ലാവരും ഇവിടെ ഭയങ്കര പരിപാടിയിലാണ്. കുഞ്ഞച്ചി കളിയിലും ഡൂഡ് മാത്രമേ ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട് ഇവിടെ. ഫോട്ടോ കണ്ടു പറയില്ലേ. അപ്പൊ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായോ, നമ്മള് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ അച്ചാറില് നമ്മുടെ മീനച്ചാറ് നമുക്ക് കുറച്ച് ഓർഡർ കിട്ടിയിരുന്നു. അപ്പൊ ആദ്യത്തെ ഡെലിവറിക്ക് പോവാണ് കേട്ടോ. മോളിക്കൂട്ടന്റെ അച്ചാർ അപ്പൊ ഫസ്റ്റത്തെ ടിന്നിലേക്ക് മാറ്റുന്ന കേട്ടോ ആദ്യമായിട്ട്. ഇതാരായിരിക്കും വാങ്ങുന്നത് അല്ലേ? ആദ്യത്തെ ടിന്ന് ആരായിരിക്കും വാങ്ങുന്നത്? നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്, അവർക്ക് പോകുന്ന സാധനമാണ് ഇത്. അപ്പൊ നമ്മള് നമ്മുടെ മേശപ്പുറത്ത് വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുക. നമ്മള് ടിന്നൊക്കെ മേടിച്ച പാടെ കഴുകി വെയിലത്ത് വെച്ച് നല്ലോണം ഉണങ്ങി നല്ല വെള്ളമൊന്നുമില്ലാതെ നല്ല തുടച്ച് സെറ്റാക്കി എടുത്താണ് കേട്ടോ. നോക്കിയേ, കാണാൻ നോക്കിനി. അപ്പൊ നമ്മളെ തലാസ് ഉണ്ട്, കുഞ്ഞു തലാസ് ഉണ്ട്. ഇങ്ങോട്ട് വെക്ക്, അത് മാറ്റിക്കാം. അപ്പൊ ഈ അളവിലും എടുത്താൽ മതി. അളവിലും നട്ട് ഞാൻ തൂക്കി കറക്റ്റ് ചെയ്തോളാം. അത് തന്നെ. അപ്പൊ കറക്റ്റ് നമ്മുടെ 1/2 കിലോന്റെ ടിന്നകത്താട്ടോ കൊടുക്കുന്നത്. 1/2 കിലോ മീനച്ചാറാട്ടോ, നമ്മുടെ ഉണക്കിയ സ്രാവച്ചാറാണ് കേട്ടോ. ഉണക്കസ്രാവ് മേടിച്ച് നമ്മൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി നല്ല വറുത്ത മീനച്ചാറാട്ടോ. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾ പറയണം കേട്ടോ എങ്ങനെയുണ്ട്. ക്യൂരിയോസിറ്റി ഉണ്ടോ മമ്മീനെ ഹെൽപ്പ് ചെയ്യാനുള്ള? 528 കറക്റ്റാ. അപ്പൊ നെക്സ്റ്റ്, അപ്പൊ നമുക്കിപ്പോ വന്നിരിക്കുന്ന ഓർഡറുകളെല്ലാം നമ്മളങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ സെറ്റ് ആയി കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെ കുഞ്ഞിപ്പന്നെ അപ്പൊ അങ്ങനെ നമ്മുടെ അച്ചാറെല്ലാം ടിന്നിലേക്ക് നിറച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതെ, ആദ്യത്തെ ഓർഡർ 5 പേർക്കുള്ളത് വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 7 പേർക്കുള്ള ഓർഡർ ഉണ്ട് കേട്ടോ. ലീക്ക് ആവാണ്ട് നല്ല പോലെ നോക്കണം. നമുക്ക് കർണാടകയിലേക്കൊക്കെ അതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ മമ്മി? മമ്മിക്ക് എന്ത് തോന്നുന്നു? നല്ല സന്തോഷമുണ്ട്. എല്ലാരും ഒന്ന് അച്ചാറൊക്കെ കൂട്ടി നോക്ക് ഇങ്ങനെ. അതെ, എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായം പറയണേ. അപ്പൊ പപ്പ അങ്ങനെ എല്ലാം നല്ല ടൈറ്റില് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. എയറൊന്നും കേറാണ്ട് ലീക്ക് അടിക്കാണ്ട് ഒക്കെ നോക്കി പപ്പയാണ് ടെസ്റ്റ് ചെയ്യുന്നല്ലേ പപ്പേ? നമ്മളാണ് ടെസ്റ്റ് ചെയ്യുന്നത്. നല്ലോണം തുടച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റിക്കർ ഒട്ടിക്കാം കേട്ടോ. അതെ, നമ്മുടെ സ്റ്റിക്കർ നിങ്ങൾ കാണില്ലല്ലോ. സ്റ്റിക്കർ കൂടെ കാണിച്ചു തരാം. ബേബി ഇവിടെ ലാലാ ലാലാ പറയുന്നുണ്ട് കേട്ടോ. ലാലാ 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 ലാലാ. അപ്പൊ കൂട്ടുകാർ, നമ്മുടെ അച്ചാറൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പൊന്നിവിടെ പൊരിഞ്ഞ പണിയിലാണ് കേട്ടോ സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. നമ്മുടെ ഓക്കെ പൊന്മണിയുടെ സ്റ്റിക്കറാണ് അച്ചാറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ലോഗോയും സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പൊന്നോട്ട് ഇരുന്നേ പറിച്ച് ഒട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മമ്മി അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അല്ലേ, എല്ലാം കുപ്പിയിലേക്ക് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ എല്ലാം കുപ്പിയിലാക്കി. പാക്കിങ് നമ്മൾ ഏൽപ്പിച്ചിട്ടോ. ഞാൻ പൊന്നു ഇപ്പൊ പൊരിഞ്ഞ പാക്കിങ്ങാ. ഉണ്ടോ എന്നാടി? ഇതുണ്ടല്ലോ, സ്റ്റിക്കർ വേറെ വലിപ്പത്തില്, പാത്രം വേറെ വലിപ്പത്തിലാട്ടോ. നമ്മൾ ആദ്യത്തെ തവണ ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു പ്രശ്നം പറ്റിട്ടോ. സ്റ്റിക്കർ ചെറിയ കണ്ടോ, ആദ്യത്തെ വട്ടായതുകൊണ്ട് ചെറിയ പ്രശ്നം പറ്റി. നമ്മുടെ സ്റ്റിക്കറിന് വലിപ്പം കുറച്ച് കൂടി പോയിട്ടോ. അടുത്തോടെ നമുക്ക് ശരിയാക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യും, അച്ചാർ കിട്ടി കഴിയുമ്പോ ഈ സ്റ്റിക്കർ എടുത്ത് ഒട്ടിച്ച് വെച്ചാൽ കൂട്ടുകാരെ. അപ്പൊ എന്നെ ഇങ്ങനെ കാണാലോ എപ്പോഴും. അയ്യോ, നിന്നെ കാണാല്ലേ അച്ചാർ വാങ്ങുന്നില്ലാരും. നിങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ മേടിച്ചിരിക്കുന്നത് ഉറപ്പാണ്. നിങ്ങൾ ഒരു വട്ടം വാങ്ങിച്ചത് പിന്നെ ആ സാധ്യത വളരെയധികം കൂടുതലാട്ടോ കൂട്ടുകാരെ. കാരണം നമ്മൾ ഇന്നലെ നിങ്ങളെ സപ്പോർട്ടിനുണ്ടല്ലോ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എത്ര പേര് എന്നെ മെസ്സേജ് അയച്ചും വിളിച്ചൊക്കെ സംസാരിക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഞാന് കുഞ്ഞിപ്പെണ്ണ് ഗാനം വേണം തുടങ്ങി കേട്ടോ. എനിക്കെന്താടാ ഇട്ടെടുക്കരുത്. അതൊന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അച്ചാർ എടുക്കുമ്പോ സ്പൂണൊക്കെ നല്ലോണം തുടച്ചിട്ട് എടുത്തോളും. വെള്ളത്തിന്റെ അംശം പാടില്ല. പിന്നെ ഒരു പാത്രത്തിലേക്ക് കൂട്ടാനുള്ള അച്ചാർ വേറൊരു പാത്രത്തിലേക്ക് അടച്ചു വെക്കുക. ടിന്ന് നല്ലോണം കാറ്റ് കയറാതെ അടച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം അല്ലേ? അപ്പൊ ആദ്യം എടുക്കുമ്പോ ഇളക്കിയിട്ടുണ്ട് എടുക്കാൻ നല്ലോണം. ഇളക്കിയിട്ട് മേലെ കുറച്ച് എണ്ണ ഉണ്ടാകുന്നൊക്കെ ഇളക്കിയിട്ട് എടുക്കണം അല്ലേ? എണ്ണ വേണേ കളയാം, അല്ലെങ്കിൽ ഇളക്കിയിട്ട് എടുക്കുക. പക്ഷെ നമ്മൾ അധികം അച്ചാറിനുള്ള എണ്ണയാണ്. കാരണം മേലേക്ക് എന്തായാലും അച്ചാറിന്റെ മേലേക്ക് ഇങ്ങനെ വരും. നമ്മൾ അല്ലാണ്ട് എക്സ്ട്രാ ഇട്ടിട്ടില്ല. നമ്മൾ അച്ചാർ ഇട്ടിട്ടുണ്ടെങ്കിൽ അറിയാം അതിന്റെ മേലേക്ക് എണ്ണ ഇങ്ങനെ വരും. പക്ഷെ നമ്മൾ എടുക്കുന്ന
എടുക്കുമ്പോ നല്ല പോലെ നമുക്ക് അറിഞ്ഞ പോലെ തന്നെ. അപ്പൊ നമ്മൾ ഉണങ്ങിയ സ്പൂണും കൊണ്ട് നല്ലോണം ഇളക്കിയിട്ട്, അതേപോലെ മീൻ പൊടിഞ്ഞു കൊണ്ട് നല്ലോണം ഇളക്കരുത്, മിക്സ് ചെയ്തിട്ട് പൊടിഞ്ഞു പോകത്തില്ല, നമ്മൾ നല്ല വറുത്ത് നല്ല സെറ്റ് ആയിട്ട് ഈ ടിന്നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഉപയോഗിക്കാൻ മാത്രമായിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എത്ര നാൾ വേണേലും കേട് കൂടാതിരിക്കുന്ന മമ്മീന്റെ ഗ്യാരണ്ടി ഉണ്ട്. അതാണ് നമ്മളൊന്നും ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വേണം, ഫ്രിഡ്ജിൽ വെക്കാം. ഇത് പക്ഷെ കഞ്ഞിയൊക്കെ കൂടാൻ നേരത്തെ ഒറ്റ പീസ് മതി കഞ്ഞി കുടിക്കാൻ. നല്ല കുത്തരിച്ചോറും ഒരു പീസ് നമ്മുടെ മീനച്ചാറും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ. കുഞ്ഞിപ്പണ്ടെ പൊരിഞ്ഞിടിയാണ് കപ്പനായിട്ട്. അവിടെ പോയിട്ട് ചേട്ടനെ വിളിയാട്ടോ. എടാ ചേട്ടാ. അപ്പൊ ഞാൻ സീൽ ചെയ്യട്ടെ. സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ചതാ നല്ലോണം. എന്താ മൊത്തം വളഞ്ഞു. ഇത് വാങ്ങുന്നത് ശ്രദ്ധിച്ചോട്ടോ, ഇവളായി ഒട്ടിച്ചേക്കുന്ന കേട്ടോ, വളഞ്ഞു വളഞ്ഞിരിക്കുന്ന സ്റ്റിക്കർ. ഞാനല്ലേ അടുത്തോടെ ശരിയാക്കണോ സ്റ്റിക്കർ, അതൊന്ന് റീസൈസ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ടല്ല സ്റ്റിക്കർ ഒട്ടിക്കുന്നടാ. സ്റ്റിക്കർ ഒട്ടിച്ച് പഠിക്കുന്നല്ലേ ഉള്ളൂ കുഞ്ഞ്. കൂട്ടുകാരെ എന്നോട് ക്ഷമിക്കണേ. സ്റ്റിക്കർ ഗേൾ. എന്നാ സീലോ? സീൽ ഞാൻ ഉദ്ദേശം എന്താ വെച്ചാണ്ടല്ലോ, നമ്മൾ കൊറിയർ അയക്കുന്നതല്ലേ. ഇതിപ്പോ നമ്മള് കൊറിയർ വഴിയല്ലേ അയക്കുന്നേ. അപ്പൊ കൊറിയർ വഴി അഴിക്കുമ്പോ ചിലപ്പോ നമ്മുടെ അച്ചാർ ലീക്ക് ആവാൻ സാധ്യതയുണ്ട് ഈ അടപ്പിന്റെ അടുത്തുനിന്ന്. അപ്പൊ അതുകൊണ്ട് അവർ കാരണവശാലും ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ എക്സ്ട്രാ പ്രിക്കോഷൻ എടുക്കുന്നത്. നിങ്ങൾ തുറക്കുമ്പോ കുറച്ച് കഷ്ടപ്പെടണം എന്നുള്ളത്, വേറെ കുഴപ്പമില്ല. കഷ്ടപ്പെടണം, കാരണം നമ്മള് ലീക്ക് ആവാതെ. ഇനിയിപ്പോ സപ്പോസ് ഇങ്ങനെ ചെയ്തിട്ട് ലീക്ക് വരുമോന്ന് അറിയത്തില്ല. വന്നാൽ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചോളൂ, പറയണം കേട്ടോ ഇങ്ങനെ വന്നായിരുന്നു എന്ന്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ അച്ചാർ ഓർഡർ ചെയ്യണമെങ്കിൽ, ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട് ഓർഡർ ചെയ്യാനുള്ള, അതിനകത്ത് കയറിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. വാട്സപ്പ് നമ്പർ 85 906 706 88. അപ്പൊ അതിൽ കയറിയിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. ആ നമ്പർ ഇപ്പൊ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം കേട്ടോ, നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഇതപ്പോ അവിടെ ഫസ്റ്റ് ഇതുപോലെ നമ്മുടെ ഈ എന്താണ് അടപ്പിന്റെ ഭാഗം മാത്രം നമ്മൾ സെലോട്ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് അതിന് പുറമെ നമ്മൾ നമ്മുടെ ഈ ഫിലിം വെച്ചിട്ട് മൊത്തം കവർ ചെയ്യും കേട്ടോ. ഒരു കാരണവശാലും നമ്മുടെ അച്ചാർ ലീക്ക് ആവരുത്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മേലെ ഒരു കോട്ടിങ് കൂടെ വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മേലെ പേപ്പറിന്റെ വേറെ കോട്ടിങ് വരും. അതിന്റെ മേലെയാണ് നമ്മൾ നമ്മുടെ കൊറിയർ പാക്ക് വരുന്നത് കേട്ടോ. ഇതിന്റെ പൊരിഞ്ഞ പരിപാടിയാണോ കുഞ്ഞിപ്പെണ്ണ്? ഒളിച്ച് കണ്ടേ കളിക്കുന്ന കേട്ടോ. ഒളിച്ചേ ഒളിക്കേ ഒളിക്കേ ഒളിച്ചേ കണ്ടേ ഒളിച്ചേ നോക്കണേ കണ്ടുപിടിച്ചേ ഒളിച്ചേ കണ്ടുപിടിച്ചേ ഒളിച്ചേ കണ്ടുപിടിച്ചേ. വെറും കളിയാ പെണ്ണിന്. സാമ്പ പൊട്ടിക്കോട്ടോ. സാമ്പ പറഞ്ഞപ്പോ ഞാൻ എടുക്കാത്തതിന്റെ സാമ്പ കൊതി കുത്തിയിരിക്കുന്നുണ്ടോ കൂട്ടുകാരെ? നോക്കട്ടെ, അവന്റെ ഒച്ച മാറിയാൽ തന്നെ ഇല്ല കേട്ടോ കൊതി കുത്തി എന്നുള്ളത്. അപ്പൊ കണ്ടോ, അപ്പൊ നമ്മുടെ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്ന, കൂളിംഗ് ഫിലിം അല്ലല്ലോ, നമ്മുടെ ഈ ഫിലിം ഒട്ടിക്കുന്ന ഫിലിം എടുത്തിട്ട് ഒട്ടിക്കുന്നുണ്ടോ? സാമ്പയ്ക്ക് ഇങ്ങനത്തെ ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടാട്ടോ. അതാരണം എനിക്ക് അത് തരാണ്ടൊക്കെ. എങ്ങനെയാണല്ലോ ഇതിപ്പോ കറക്റ്റ് അല്ലാത്ത കാരണം വളഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഈ അടിഭാഗം കണ്ടോ? പൊട്ടിച്ചിട്ട് കണ്ടോ പാക്ക് ചെയ്ത് സെറ്റ് ആക്കി. ഇനി ഒരു കാരണവശാലും ഇവൻ ലീക്ക് ആവില്ല കേട്ടോ. അത് ഞങ്ങളുടെ കൈകളിലൂടെയാണ് ഇത് വരുന്നത്. കൈകളിലൂടെ വരുന്ന അച്ചാറാ. അപ്പൊ അത് റെഡി. ഇനി നെക്സ്റ്റ് എല്ലാം സെറ്റ് ആക്കിയിട്ട് അയക്കാൻ നോക്കണം. പെട്ടെന്ന് സമയം പോയി പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് നമ്മൾ അയക്കട്ടെ കേട്ടോ. എന്റെ പൊന്നെ, ഇവിടെ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ടൊരു രക്ഷയില്ല കേട്ടോ. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ നമ്മൾ പാക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഓരോ സാധനങ്ങളൊക്കെ വലിച്ചു നിർത്തിടുന്നു. ഫുൾ സീന്. നമ്മളിപ്പോ അവിടെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുക. എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചോണ്ടിരിക്കുക കേട്ടോ. ബില്ലും ഇൻവോയ്സും എല്ലാം സെറ്റ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. പാക്കിങ് എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. കുഞ്ഞിപ്പെണ്ണ് ഓരോ അച്ചാറെടുത്ത് വലിച്ചു നിർത്തിടാനൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. എന്റെ കലിപ്പില കുഞ്ഞിപ്പെണ്ണങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. കുഞ്ഞിപ്പെണ്ണ് കൊടുക്കാത്തത്. ഇനി ആര് കുഞ്ഞിപ്പെണ്ണെ കേട്ടോ നോക്കുന്നയാ. ഇതെടുത്തിട്ട് വലിച്ചു നിർത്തിട്ട് ഈ കവറൊക്കെ എടുത്തിട്ട് എന്നെ എന്റെ കാര്യമൊക്കെ. അപ്പൊ കവറിന്റെ ഉള്ളിൽ നമ്മുടെ ഇൻവോയ്സും എല്ലാം ഉണ്ടാവും കേട്ടോ. ബില്ലും എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. അതിന്റെ ഉള്ളിലാണ് നമ്മുടെ അച്ചാർ വരുന്നത് കേട്ടോ. ഈ കവറിന്റെ ഉള്ളില് അങ്ങോട്ട് വെച്ചോ. അപ്പൊ നമ്മളുടെ പാക്കിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുഞ്ഞിപ്പെണ്ണെ കൈ കിട്ടിയേ കണ്ടോ. കുഞ്ഞിപ്പെണ്ണെ ഒരു കുഞ്ഞി കവർ കിട്ടി കേട്ടോ. ഇനി അതിനകത്തായിരിക്കും പരിപാടി. അതന്നെ തന്നെ താട്ട് താട്ട് അപ്പയ്ക്കാട്ട് തരില്ല കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ബില്ലൊക്കെ ഇതിലിട്ടിട്ട് അഡ്രസ് ഇതിലിട്ടിട്ട് ഞാൻ ഇങ്ങനെ സംഭവിക്ക കവർ കൊടുക്കും. അപ്പൊ നമ്മുടെ ഈ അച്ചാർ ഉണ്ടോ, നമ്മളിങ്ങനെ ഫിലിം വെച്ച് പൊതിഞ്ഞ അച്ചാർ വീണ്ടും നമ്മൾ ഈ പേപ്പറിനകത്തൂടെ പൊതിയും കേട്ടോ.
നല്ലോണം ഒരു കാരണവശാലും പറഞ്ഞില്ല Leak ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാങ്ങിക്കുന്ന കൂട്ടുകാരുടെ അടുത്തേക്ക് എത്തണം. അപ്പൊ നമ്മളാണ്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മള് കവറിന്റെ ഉള്ളിലേക്ക് നമ്മുടെ അച്ചാർ ഇറക്കി വെക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. അഡ്രസ് ഉള്ളതുകൊണ്ടാട്ടാ അങ്ങനെ കാണിക്കാത്തത്. നിങ്ങളുടെ പ്രൈവസിയും കൂടെ നോക്കണ്ടേ. അപ്പൊ നമ്മള് അഡ്രസ് ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ കാണിക്കുന്നില്ല വീഡിയോയില്. കണ്ട പെണ്ണാണെ പിടിക്കാണ്ടൊക്കെയാ നിക്കുന്ന കേട്ടോ. പിന്നെ പെണ്ണ് മെല്ലെ മെല്ലെ നിൽക്കാനും നടക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട്, നമ്മള് കാണുന്നുണ്ട്. നിന്റെ കളികളൊക്കെ വേണ്ട പെണ്ണേ. അതും കൊണ്ട് ഇക്കിളിയാക്കോട്ടാ. എന്നിട്ട് നമ്മുടെ ഇതിന്റെ മേലൊരു കോട്ടിങ് ഉണ്ട് കണ്ടോ. ഈ ഒരു പേപ്പർ ഇങ്ങനെ വലിച്ച് കീറി കഴിഞ്ഞാല് ഒട്ടിക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ എടുക്കുന്നു, ഇങ്ങനെ മടക്കി സീൽ ചെയ്യുന്നു. സീൽ അങ്ങനെ വേണ്ടേ നമ്മുടെ സീൽ സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാക്കേജ് കേട്ടോ. നമ്മുടെ അച്ചാർ ഇങ്ങനെയാണ് കൂട്ടുകാർ നിങ്ങൾ ഓർഡർ ചെയ്താൽ വരുന്നത്. ആർക്കെങ്കിലും വേണേല് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്. ഞാൻ ഏത് സമയം മെസ്സേജ് നോക്കുന്നുണ്ട്, എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട്. റിപ്ലൈ തരും കേട്ടോ. അച്ചാർ വേണമെങ്കിൽ അതിനകത്ത് കോൺടാക്ട് ചെയ്യും കേട്ടോ. അത് അച്ചാറിന് വേണ്ടിയുള്ള നമ്പറാണ് കേട്ടോ. അരമണ്ഡലത്തിലാട്ടോ. ഐ ബേബി കണ്ടോ കേറി കേറി എവിടെ എത്തി നോക്ക്. കുഞ്ഞിപ്പണ് തന്നെ കേറി നോട്ടെ. എന്റെ ഈ വിനയില് വള്ളി കണ്ടോ, ഇതിനകത്ത് കളിക്കാൻ വേണ്ടിട്ട് തന്നെ ഈ സോഫന്റെ കൈ വെക്കുന്ന നേരെ കേറി ഇരിക്കുക. ഞാനിവിടെ പാക്ക് ചെയ്തോണ്ടിരിക്കുക. ഞാൻ നോക്കിയപ്പോ എന്റെ ഇവിടെ എന്തോ അടിക്കുന്നു. ഇന്ന് വള്ളി ഉള്ളത് കാരണം സംഭവനോട് ഭയങ്കര കാര്യം കേട്ടോ. ഭയങ്കര പ്രേമായിരുന്നു. അയ്യോ അങ്ങനെ കൂട്ടുകാരെ നമ്മൾ അച്ചാറൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ആയിട്ടോ. ഫുൾ സ്റ്റിക്കർ ഒക്കെ ഒട്ടിച്ച് ഫുൾ സേഫ് ആയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമ്മള് ഡെലിവറിക്ക് വേണ്ടിയിട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകുക. സേഫ് ആയിട്ട് സുരക്ഷിതമായ കൈകളിലേക്ക് ഏൽപ്പിക്കാൻ പോവുകയാണ്. നമ്മള് നമ്മുടെ കൂട്ടുകാർ നമുക്ക് ഓർഡർ തന്നിരുന്നത് ഫസ്റ്റ് വന്ന ഓർഡറുകളാട്ടോ ഇത്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള അച്ചാറാണ് ഇപ്പൊ വേണ്ടേ. മമ്മി മോനെ അച്ചാറൊക്കെ എടുത്ത് കവറിലാക്കിയിട്ട് വരുന്നുണ്ട് കേട്ടോ മമ്മി. തിരക്കാണ് മമ്മി. മമ്മി നാണ്ടെ കവറിലേക്ക് നമ്മള് ഡെലിവറിക്കുള്ള അച്ചാറെല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്ര ഡെലിവറി ഉണ്ട് നമുക്ക് ഇന്ന്. ഇന്ന് കൊണ്ടുപോയിട്ട് നമുക്ക് കൊറിയർ കൊണ്ട് കൊടുക്കണം. അല്ലേ കേട്ടോ, കൊറിയർ കൊണ്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ഡെലിവറി കൊടുക്കാനുള്ള സ്ഥലത്തെത്തി. നമ്മൾ ഇനി ഡെലിവറി കൊടുത്തിട്ട് വരാട്ടോ. നിങ്ങളുടെ അച്ചാർ നമ്മൾ അവരുടെ അടുത്തേക്ക് കൊടുക്കാൻ വേണ്ടി പോവാട്ടോ, സുരക്ഷിതമായി. എന്നിട്ട് കാണാട്ടോ. നമ്മള് ഡെലിവറി കൊടുക്കാണ്ടായിരുന്ന സാധനം എല്ലാം നമ്മള് കൊറിയർ ഓഫീസിൽ കൊണ്ട് കൊടുത്തു. ഇതേ കുഞ്ഞിപ്പെണ്ണും ഞാനും കൂടി പുറകിലിരിക്കുകയാണ്. അവളൊരു ടിന്നും കൊണ്ട് കളിക്കാട്ടോ. നമുക്കപ്പൊ ഇനി കുറച്ചും കൂടെ ഓർഡർ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് കുറച്ച് ടിന്നൊക്കെ മേടിച്ച് വച്ചേക്കുന്നതായിരുന്നു കേട്ടോ. അപ്പം അതിലൊരെണ്ണം എടുത്ത് പെണ്ണ് കളിക്കുക കേട്ടോ. ഉമ്മ കൊടുക്കും, അതിന് ഭയങ്കര ഉമ്മ കൊടുക്കല.